ഗുഡ് മോർണിംഗ് ഗൈസ്, പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് വെച്ച്, വെള്ളം എടുത്ത് വെച്ച്, ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഷാഡോഫെക്സ് വ്ളോഗ് നമ്പർ 8 അപ്പോൾ 7 to 12 നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്, ജിഗ്സ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം വഹിക്കുന്നില്ല, നേരെ വീഡിയോട്ട് ചെയ്യണം. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്, നമ്മൾ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 7:15 കേട്ടോ. ഓർഡർ അടിച്ചില്ല, അപ്പോൾ അടിക്കും. നമ്മളിന്ന് കറക്റ്റ് ടൈമിലാണ് എത്തിയത്. കറക്റ്റ് 7 മണിയായപ്പോൾ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്, ഓൺലൈൻ ആയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. മദേഴ്സ് വെജ് പ്ലാസ് ആണ് കേട്ടോ. നമുക്ക് മദേഴ്സ് വെജ് പ്ലാസ് പോവാം. കമോൺ കമോൺ, ലെറ്റ്സ് ഗോ അല്ലേ. ഓക്കെ, ഇവിടുന്ന് 3.3 കിലോമീറ്റർ ഉണ്ട്. ഓ ഗൈസ്, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് എടുക്കാം. ഐറ്റം നോക്കില്ല കേട്ടാ, നോക്കട്ടെ എന്തിനാണ്. ഉപ്പുമാവ് വേണം കേട്ടാ, സോൾട്ട് മാങ്കോ ട്രീ അല്ലേ. ഓക്കെ ഗൈസ്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉപ്പുമാവ് വേണം കേട്ടാ. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് ജവഹർ നഗറാണ് കേട്ടോ, ശാസ്തമംഗലം. ആ പോളി പോളി, കമോൺ ലെറ്റ്സ് ഗോ. ഓക്കെ, ഇവിടുന്ന് 3.2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ഉപ്പുമാവാണ് കേട്ടോ. കമോൺ കമോൺ ലെറ്റ്സ് ഗോ. ഓ ഗൈസ്, നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകാനുള്ളത്. ഗൈസ്, നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. കൊടുക്കാനുള്ളത് നമുക്കിവിടെ വച്ചാൽ മതി, കൊണ്ടുപോകണ്ട. ഇവിടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വച്ചാൽ മതി. ഇവിടെ ഫ്ലാറ്റ് നമ്പർ 1B ആണ്. ഇവിടെ വച്ചിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എത്ര രൂപ കിട്ടിയ? അയ്യോ, മാറിപ്പോയല്ലോ. 30 രൂപയാണ് തോന്നണം. ഓക്കെ, അടുത്ത ഓർഡർ എന്ന് പറയുന്നത് ഹോട്ടൽ ശരണോഭവനാണ്. ഓ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ഹോട്ടൽ ശരവണഭവനാണ് കേട്ടോ, വെള്ളയമ്പലത്ത്. ഫുഡ് കുഴപ്പമില്ല കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഐറ്റം എന്ന് പറയണം എന്തിനാണ്, ഐറ്റം എന്ന് പറയണ ഇടിയപ്പമാണ് കേട്ടോ. 3 പീസ് ഇടിയപ്പവും വെജ് കുറുമയും ആടിപ്പൊളി. 32. യെസ്. ഓ ഗൈസ്, നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട്. ഇടിയപ്പം വെജ് കുറുമ കേട്ടാ, നല്ല കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയണത്, അയ്യോ മരുന്നും കുഴിയാടെ വട്ടി വെക്കാവോ. അടിപൊളി പഴുതും കുഴിയാണ്, വേട്ടമുക്ക്. ഇവിടെ നിന്ന് 2.9 കിലോമീറ്റർ ഉണ്ട്. വേട്ടമുക്കിലാണ് കൊടുക്കാനുള്ളത്. ഏണ്ണ ഓക്കെ, വേട്ടമുക്കാണ് കൊടുക്കാനുള്ളത്. അപ്പുറത്ത് വെച്ചാൽ മതിയായിരുന്നു കേട്ടോ, തിരിച്ചാണ് എന്തായാലും പോവാനുള്ളത്. കുഴപ്പമില്ല.
ആയിരിക്കും. നമുക്ക് അവിടുന്ന് 2.9 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മളെ ഐറ്റം എന്ന് പറയണത് നേരത്തെ പറഞ്ഞില്ലേ, എപ്പോഴും എന്തല്ലേ ഇടിയപ്പം കേട്ടോ. ഇടിയപ്പം വെച്ച് കൂർമ അടിപൊളി. ഇടിയപ്പം വെച്ച് കൂർമ കൊള്ളാം. പൂരിയും കൂർമ അടിപൊളിയായിരിക്കും ഗൈസ്. അപ്പൊ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഇപ്പൊ ഇന്റർലോക്കട്ട വഴിയെ കൂടെ വരാനാ പറഞ്ഞേക്കണേ. ലൊക്കേഷൻ കാണിച്ചു, പക്ഷെ നമ്പർ ഇല്ലാത്തോണ്ടും അറിഞ്ഞൂടല്ലോ. ഹൗസ് നമ്പർ കൊടുത്തിട്ടില്ല. ഇല്ല. ആ ഉണ്ട്, ലാസ്റ്റ് കിടക്കും. ഞാൻ മേലെ ശ്രദ്ധിച്ചില്ലേ. ശരി, ഓക്കെ. ഓക്കെ, നമ്മള് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 29 രൂപയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇടിച്ചോ? അയ്യോ ബമ്പർ ഞാൻ ഓക്കെ, പോവാ. കമാൺ. ഇതുപോലുള്ള ഇടുങ്ങിയ വഴിയാകുമ്പോ നമ്മൾ പെട്ടു. ആ ഒരു ദിവസം മാപ്പ് നോക്കിക്കൊണ്ട് ഇറങ്ങി പോയി ഒരു കുഴിക്കകത്ത്. പിന്നെ തിരിച്ച് ലോഡിങ്ങാരെ വിളിക്കേണ്ടി വന്നത് തിരിച്ചു കയറിയത്. എന്ത് ചെയ്യുമല്ലേ ഇങ്ങനെ. പോടണ്ണ എയർപോർട്ട്. ഓ ഗൈസ്, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ ശരവണ ഭവനാണ് കേട്ടോ, ഇവിടെ അടുത്ത് തന്നെ. ഇതാണ് ഷാഡോഫെക്സിന്റെ ഗുണം. ഗൈസ്, അപ്പൊ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫുഡ് റെഡിയാന്ന് നോക്കാം കേട്ടോ, ചോദിച്ചു നോക്കാം. ഫുഡ് റെഡി ആയിട്ടില്ല കേട്ടോ, എത്രയും സമയമായിട്ട്. നോക്കാം. ഓക്കെ, 12:51. ഇഡലിയാണ് നമ്മളെ ഐറ്റം. ഇഡലി കോംബോയാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് കൊടുക്കാനുള്ളത് വികാസ് ഭവനാണ് കേട്ടോ. പാളയം വികാസ് ഭവൻ. അപ്പോൾ എടുത്തിട്ടുണ്ട്. ഇഡലിയാണ് കേട്ടോ, ഇഡലി സെറ്റാണ്. സെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കറി വരും, ഇഡലി കാണും. ഓക്കെ, ഇവിടുന്ന് വികാസ് ഭവനാണ്. 2.4 കിലോമീറ്റർ ഉണ്ട്. സോറി ഗൈസ്, ഇപ്പോൾ 2 കിലോമീറ്റർ ഉള്ളൂ. കമാൺ. ഓ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. വിളിച്ചോ കേട്ടോ കസ്റ്റമറെ. ശരി, ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 27 നമുക്ക് കിട്ടിയത്. അപ്പൊ അടുത്ത ഓർഡർ എന്ന് പറഞ്ഞാൽ വൺ കഫേ ആണ് കേട്ടാ. അല്ലെന്നുണ്ടെങ്കിൽ നനഞ്ഞ് കുളിച്ച ഒരു പരിവാകും കേട്ടാ. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഫുഡ് റെഡി ആയിട്ടില്ല കേട്ടാ. വൺ കഫേ സമയം എടുക്കും. അപ്പൊ മഴ തുടങ്ങിയിട്ടുണ്ട്. റെയിൻ കോട്ടൊക്കെ എടുത്ത് കേട്ടാ. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഐറ്റം എന്ന് പറയണത് കസ്റ്റമൈസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളെ ലാസ്റ്റ് ഓർഡറാണ്. കൊടുക്കാനുള്ളതെന്ന് പറയണത് DRC അഗ്ലൂസ് ലാബ് ഉള്ളൂർ മെഡിക്കൽ കോളേജ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ലാസ്റ്റ് ഓർഡറാണ്.
മഴ പെയ്യൂല കേട്ടോ. ഇവിടുന്ന് 3.9 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, കമോൺ. അതുപോലെ തന്നെ മഴ തുടങ്ങി കേട്ടോ. നമ്മളങ്ങോട്ട് മഴ ഉണ്ടാകുന്നു അറിഞ്ഞൂടാ, ചിലപ്പോൾ കാണും. അത് ഉള്ളൂരാണ് കൊടുക്കാനുള്ളത്. ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റാണ് പോകുന്നത്. Come on, come on, let's go, let's go, let's go, let's go. Come on. ഓക്കെ ഗായ്സ്, അപ്പോൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ എവിടെയാണ്. ഓക്കെ, DCRC ലാബ് എന്നാണ് കൊടുക്കുന്നത്. DCRC ലാബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ നിൽക്കുകയാണ്, അപ്പോൾ കോള് പോകുന്നില്ല. ഓക്കെ, 35 രൂപ. അപ്പോൾ ഗായ്സ്, നമുക്ക് ടോട്ടലി ഇന്നലെ നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് 146 രൂപയാണ് കിട്ടിയത്. അപ്പോൾ 146ഉം 5 ഓവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5 ഓവർ കംപ്ലീറ്റ് ചെയ്ത 250 രൂപ ഇൻസെൻറ്റീവ് ഉള്ളതാണ്. പക്ഷേ അതിലൊരു ട്വിസ്റ്റ്. ഷാഡോ എഫക്ട്സ് ഇന്നലെ തൊട്ട്, പിന്നെ നമ്മൾ ഇൻസെൻറ്റീവ് അല്ല, സോറി, മിനിമം ഗ്യാരണ്ടി പറഞ്ഞ മാറിപ്പോയി. ഇന്നലെ തൊട്ട് നമ്മൾ മിനിമം ഗ്യാരണ്ടി മാറ്റിയിട്ടുണ്ട്. രാവിലത്തെ ഉള്ള അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫുൾ ടൈം ഓടിയാൽ മാത്രമേ നമുക്ക് ഏണിങ്സും കാര്യങ്ങളെല്ലാം ഉള്ളൂ, മിനിമം ഗ്യാരണ്ടി ഉള്ളൂ. ഫുൾ ടൈം ഓടിയ 28 ഓവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1600 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് കാർഡിൽ കിടക്കുന്നത്. ഞാൻ അതിൻ്റെ പഴയ ഇതിൻ്റെ പ്രൂഫ് ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോ അത് ചെക്ക് ചെയ്ത് നോക്കണം, അത് പിന്നെ ഇൻസെൻറ്റീവ് അല്ല മിനിമം ഗ്യാരണ്ടി ആണെന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പഴയത്, മെനിങ്ങാന്ന് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ഓടിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു രാവിലെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണുന്നില്ല, രാവിലത്തെ 7 മണി തൊട്ട് ഉള്ള സംഭവം കാണുന്നില്ല. അതിന് പകരം പിന്നെ രാവിലെ 7 മണി തൊട്ട് രാത്രി വെളുപ്പിന് 4 മണി വരെയുള്ള സമയത്തിൽ 28 ഓവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 1600 രൂപ മിനിമം ഗ്യാരണ്ടി മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരാഴ്ച ക്ലിയർ ആയിട്ട് പോയി, അത് കഴിഞ്ഞ് അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത്. ഇപ്പം മിനിമം ഇൻസെൻറ്റീവ് അല്ല, മിനിമം ഗ്യാരണ്ടിയാണ്. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയാണ്, സോറി. അപ്പോൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറയണത്. ഓക്കെ ഗൈസ്, പുതിയൊരു വീഡിയോ കാണുന്നത്.